ഐ ഡ്രോപ്സും ഐ ഓയിൻമെൻറ്റും ഒരു പേഷ്യൻറ്റിന് ഒരുമിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഏത് അപ്ലൈ ചെയ്യണം? ഇത് പ്രോമെട്രിക്ക് DHA ഹാദ് എൻക്ലെക്സാറും പോലുള്ള എക്സാംസിനൊക്കെ ചോദ്യം കിട്ടാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. സേവ് ചെയ്ത് വെച്ചോളൂ, ഉപകാരപ്പെട്ടേക്കാം. അപ്പം ഇതിൻ്റെ ഉത്തരം സിമ്പിളാണ്. ഐ ഡ്രോപ്സ് ആദ്യം അപ്ലൈ ചെയ്യുക, രണ്ടാമത് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുക. ലോജിക്കും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നമുക്കറിയാം ഐ ഡ്രോപ്സ് വാട്ടർ ബേസ്ഡ് ആണ്, ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും. ഓക്കെ, നേരെ മറിച്ച് ഓയിൻമെൻറ്റ് ആദ്യം അപ്ലൈ ചെയ്തുള്ള പ്രശ്നം അത് കുറച്ച് തിക്കാണ്, ഓയിലിയാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ഈ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഐ ഡ്രോപ്സിന് ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അബ്സോർവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ആ കാരണം കൊണ്ടാണ് ഫസ്റ്റ് ഐ ഡ്രോപ്സ് അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഐഡിയലി അതിൻ്റെ റൂളെന്ന് പറഞ്ഞാൽ ഐ ഡ്രോപ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സിന് ശേഷം ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുക. നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് DHA ഹാദ്, MOH, പ്രോമെട്രിക്, എൻക്ലെക്സാറൻ, NHR, പിന്നെ ഗവൺമെൻറ് എക്സാംസ്, എയിംസ്, നഴ്സിംഗ് ട്യൂട്ടർ, DHS പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഗുലർ ക്ലാസ്സസും ക്രാഷ് കോഴ്സസും, അതിൽ തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷനും പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം.